അറ്റകുറ്റപ്പണികൾക്കായി ഇടുക്കി മൂലമറ്റം വൈദ്യുതി നിലയം അടച്ചു കേട്ടോ. ഇന്നു മുതൽ 1 മാസത്തേക്കാണ് അടച്ചത്. ജലവിതരണത്തിന് ബദൽ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ജലവിഭവ വകുപ്പ് പറഞ്ഞു. ജെയിൻ രാജു ഉണ്ട് വിശദാംശങ്ങളുമായി. ജെയിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്? അത് ഏത് തരത്തിലായിരിക്കും? വിശദവിവരങ്ങൾ എങ്ങനെ? ജനജീവിതത്തെ എങ്ങനെ ബാധിക്കും ഇത്? മോത്തി, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മൂലമറ്റം പവർ ഹൗസ് അത് 1 മാസത്തേക്കാണ് അടച്ചിരിക്കുന്നത്. പെൻസ്റ്റോക്ക് പൈപ്പിന്റെ വാൽവിന്റെ സീലിൽ തകരാറുണ്ട്, ചോർച്ചയുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അറ്റകുറ്റപ്പണികൾ. അതോടൊപ്പം തന്നെ 2 ജനറേറ്ററുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾ കൂടി ഈ സമയത്ത് പൂർത്തിയാക്കുന്നുണ്ട്. ഇത് പ്രധാനമായും ബാധിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഈ എറണാകുളം ജില്ല, ഇടുക്കി, എറണാകുളം, കോട്ടയം, അതോടൊപ്പം തന്നെ ആലപ്പുഴ, ഈ ജില്ലകളിലെ കുടിവെള്ള പദ്ധതികളെ ഈ നടപടി ബാധിക്കും. കാരണം 10 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ മലങ്കര ഡാമിൽ സംഭരിക്കാൻ കഴിയുന്നത്. അത്രയും വെള്ളം അവിടെ സംഭരിച്ചിട്ടുണ്ട്. പക്ഷേ 10 ദിവസത്തിന് ശേഷം ഈ കുടിവെള്ള പദ്ധതികളെ ഇത് ബാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മരട് നഗരസഭ, അതോടൊപ്പം തന്നെ തൊടുപുഴ നഗരസഭ, തൊടുപുഴയ്ക്ക് സമീപത്തുള്ള 7 പഞ്ചായത്തുകൾ, ചേർത്തല മേഖല, അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ആണ് കുടിവെള്ള പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഏതാണ്ട് 25,000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തുന്നത് തൊടുപുഴ ആറിൽ നിന്നോ മൂവാറ്റുപുഴ ആറിൽ നിന്നോ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മലങ്കര ഡാമിലെ വെള്ളം വളരെ മിനിമം എന്ന രീതിയിൽ തുറന്നുവിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ത്രിവേണി സംഗമത്തിലാണ്. ത്രിവേണി സംഗമം എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഇവിടെ 2 പുഴകളും അതോടൊപ്പം തന്നെ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വെള്ളം വന്നു ചേരുന്ന ഒരു പ്രദേശമാണ്. ആ കാണുന്ന കനാലിലൂടെയാണ് മൂലമറ്റത്തു നിന്ന് വെള്ളം എത്തുന്നത്. അവിടെ വെള്ളത്തിൽ കാര്യമായി തന്നെ കുറവുണ്ടായിട്ടുണ്ട്. അതായത് ഇന്നലെ വൈകിട്ടോട് തന്നെ കുളമാവിലുള്ള ഇൻടേക്ക് ഷട്ടർ അത് പൂർണ്ണമായും അടച്ചിരുന്നു. ഏതാണ്ട് 24 മണിക്കൂർ എടുക്കും 2 പെൻസ്റ്റോക്കിലെയും വെള്ളം പൂർണ്ണമായും ഒഴുകിത്തീരാൻ. അതിനുശേഷം കൂടുതൽ വെള്ളം, ഇതിനേക്കാൾ വെള്ളം കുറയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിന് സമീപത്ത് 2 പുഴകളുണ്ട്, ഒന്ന് നാച്ചാറും ഒന്ന് വലിയാറും. ഈ പുഴകൾ മഴയുള്ളപ്പോൾ മാത്രം വെള്ളം ഒഴുകിയെത്തുന്ന പുഴകളാണ്. അതായത് വളരെ പെട്ടെന്ന് ഈ പുഴകളിലെ വെള്ളം കൈവഴികൾ, അതായത് തൊടുപുഴയാറിൻ്റെ കൈവഴികളാണ്, അത് പെട്ടെന്ന് വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൊടുപുഴയാറിലെയും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയാറിലെയും ജലനിരപ്പ് വളരെ കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 10 ദിവസത്തിന് ശേഷം ഏത് രീതിയിലാണ് ജനജീവിതത്തെ ബാധിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ നമുക്ക് ആശങ്കയോടെ കാണാനായി കൃത്യമായി പറയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു പരിഹാര മാർഗം എന്ന നിലയിൽ ഇപ്പോൾ ജലവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് പെരിയാറിന്റെ ഭാഗമായിട്ടുള്ള ഭൂതത്താൻകെട്ട് ഡാമുണ്ട്. ആ ഡാമിൽ നിന്ന് പെരിയാർ വാലി ഇറിഗേഷൻ പദ്ധതിയുണ്ട്, കനാൽ വഴി വെള്ളം എത്തിക്കുന്ന പദ്ധതിയാണത്. ആ പദ്ധതിയിലൂടെ വെള്ളം മൂവാറ്റുപുഴ ആറിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതൊക്കെ എത്ര അളവിൽ വെള്ളം എത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം വളരെ ചെറിയ കനാലുകളാണ്, അതിലൂടെയൊക്കെ എത്തിക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവിൽ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. 10 ദിവസത്തിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു രൂക്ഷത എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായി പറയാൻ കഴിയുക. 2019 ഇതിനു മുമ്പ് മൂലമറ്റം പവർ ഹൗസ് സമ്പൂർണ്ണ ഷട്ട് ഡൗണിലേക്ക് പോയത്. അത് 10 ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ 1 മാസം എന്ന് പറയുന്നത് ഒരു നീണ്ട കാലയളവാണ്. അതോടൊപ്പം തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിലും കുറവ് വരുന്നുണ്ട്. ഏതാണ്ട് 600 മെഗാവാട്ടിന്റെ കുറവാണ് ഒരു ദിവസം ഉണ്ടാകാൻ പോകുന്നത്. അതായത് പീക്ക് ടൈമിൽ ഏറ്റവും വൈദ്യുതി ഉപഭോഗം കൂടുതലുള്ള സമയത്ത് 600 മെഗാവാട്ട് വരെയാണ് ഇപ്പോൾ ഈ സമയത്ത് ഇടുക്കി വൈദ്യുതി പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന. അതിൻ്റെ കുറവുണ്ടാവും. പക്ഷേ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഈ സമയത്ത് തിരിച്ചു കിട്ടും എന്നാണ് KSEB പറയുന്നത്. അപ്പോഴും നമുക്കറിയാം മഴയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ പ്രതിസന്ധി. മഴ പെയ്താൽ, ഈ ദിവസങ്ങളിൽ വീണ്ടും മഴ പെയ്താൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മഴ പെയ്തില്ലെങ്കിൽ ഈ താഴ്വാരത്തുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമത്തിനും സാധ്യതയുണ്ട്. മോദി, ശരി. ജെയിനിസ് രാജുവാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. കുടിവെള്ളക്ഷാമത്തിന് സാധ്യതയുണ്ട്. എത്രത്തോളം ഈ ബദൽ മാർഗം വളരെ കൃത്യമായി നടപ്പാക്കാൻ പറ്റുമെന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ ആശങ്ക അകറ്റുക അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. ആ ആശങ്ക അകറ്റി കാര്യങ്ങൾ കൃത്യമായി തന്നെ നടപ്പാക്കും എന്ന് പ്രതീക്ഷിക്കാം.